നീതിഗോവിന്ദയാണ് നീയെ. നയാപദയങ്ങളിൽ എന്നെപ്പോലെ വേറെ ആർക്കുള്ളത്? ഭാര്യമാരെല്ലാവർക്കും പലർക്കും ഉണ്ടാവും, അവർക്കൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും. അതൊന്നും അതാത് ഭാര്യമാർ അതാത് ഭർത്താക്കന്മാരോട് പറയുണ്ടാവും. അതുപോലല്ല നീയെ. നീതി നയാപദയങ്ങൾ, അത് ഏതൊക്കെയാണ് നയം, എങ്ങനെയൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും, ശത്രുക്കളെ സ്വാധീനിക്കാൻ എങ്ങനെയൊക്കെ പറ്റും, അത് എങ്ങനെയൊക്കെ നയിക്കാം, അതൊക്കെ അനുനയിപ്പിക്കാനും അത് ചിന്തിക്കാനും അത് വേണ്ട പോലെ സമയാസമയങ്ങളിൽ ചിന്തിക്കാൻ പറ്റിയ ആള് എൻ്റെ പ്രിയതമെ പോലെ വേറെ ആകില്ല. അതന്നെയാണല്ലോ നീതി ഗോവിന്ദയാണ്. ഇത്രയും ശ്രേഷ്ഠമായിട്ട് വേറൊരു നാരികളെ എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കാണാൻ ഇടവന്നിട്ടില്ല. ഞാൻ വെറുതെ ഇങ്ങനെ സ്തുതിക്കാതിരിക്കണ്ട. നീ കഥയസ്വ, നീ കഥിച്ചാലും നീ പറഞ്ഞാലും കഥമപക്ഷോ ഗൃഹീതസ്ത്വയാ സുശ്രാവ്യം, ഞാൻ ഏത് പക്ഷത്തിലേക്കാണ് ചെല്ലേണ്ടതെന്ന് നിന്നാൽ സുശ്രാവ്യമായിട്ടുള്ളത് നീ എന്താണ് പറയാമോ? നീ ശ്രവിക്കപ്പെടുന്നുണ്ടല്ലോ, അതെന്താണ്? ഞാൻ ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? ഏത് പക്ഷത്ത് വെച്ചാൽ കഥമപക്ഷ ഗൃഹീത, ഞാൻ 2 ഭാഗം പറയുമ്പോൾ അതിലേത് പക്ഷമാണ് നിനക്കിഷ്ടമായിട്ടുള്ള അഭികാമ്യമായിട്ടുള്ളത് അതിനോട് പറയാം. ത്വയാ സുശ്രാവ്യം, ഞാൻ 2 പറയും. 2 ഭാഗമാണ് എനിക്കുള്ളത്. തീരുമാനമെടുക്കാൻ സാധിക്കാതെ കണ്ടേ. അപ്പോൾ ആ 2 വിഷയങ്ങളിലാണ് മുഖ്യനായിട്ടുള്ള ആളൊക്കെ തീരുമാനം എടുക്കാൻ പറ്റുക. കുറേ കൂടി എടുക്കണോ എടുക്കണ്ടയോ, അതെടുക്കാതെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആക്ഷേപമില്ല, സമാധാനം ഉണ്ടാവും. അതില്ല, ചെയ്യാനും വയ്യ, ചെയ്യിപ്പിക്കില്ല, ചെയ്യാണ്ട് പറ്റൂല. അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയിലാവുമ്പോൾ എന്താ ചെയ്യുക? നീ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച്